എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? നല്ല മഴ. ഞാനും ഇന്നൊരു പട്ടാണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പട്ടാണി ഇതാ രാത്രി പുതിർത്തിയതാണ് കേട്ടോ. കുറച്ച് വെള്ളവും ഇതിന് വേണ്ട വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. വെന്തില്ലെങ്കിൽ കറിക്ക് രസം ഉണ്ടാവില്ല കേട്ടോ. നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ. അപ്പോൾ ഞാനിതാ അവിടെ ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇതൊക്കെ കുറച്ച് വാടി കഴിഞ്ഞാൽ വലിയ ഉള്ളി ഇട്ട് കൊടുത്ത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വാടി കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്ക് അത് വേവിച്ചെടുത്തപ്പോൾ ഇതിലേക്ക് ഇത് വാടിക്കഴിഞ്ഞിട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കും കേട്ടോ. ഒരു കഷ്ണം ഉള്ളി, ഒരു കഷ്ണം തക്കാളിയേ ഉള്ളൂ. അപ്പോൾ ഒരു 4-5 ആൾക്കുള്ള കറിയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതാ ഒരു അരമുറി തേങ്ങ അരച്ചിട്ടുണ്ട്. തേങ്ങേൻ്റെ ഒപ്പരം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, വലിയ ജീരകം, പിന്നെ മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു. നമുക്ക് ഈ പട്ടാണി എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതിന് കണക്കാക്കിയിട്ട് ഇടാം. അപ്പോൾ അത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ തേങ്ങ അരച്ചത് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറിയൊരു തള കളിപ്പിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം പാർന്നിട്ട്. അപ്പോൾ ഇത് ലേശം ഒന്ന് തള വന്നാൽ മതി. എന്നിട്ട് നമുക്ക് പട്ടാണി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഇത്തിരി മറ്റേ ഗരം മസാല ഇട്ട് കൊടുക്കുന്നു. ഇത്തിരി ചൂടുവെള്ളം പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഇത് തിളക്കുമ്പോൾ നമുക്ക് പട്ടാണി ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ തള വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പട്ടാണി ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കുക. പട്ടാണീൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ, വേവിച്ച് അതൊക്കെ ഇട്ടെടുക്കുക. ഇനി ഒരു തള വന്നാൽ മതി. ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം മിക്സാക്കിയിട്ട് ഒന്ന് ലേശം വെള്ളം പാർന്ന് കൊടുക്കുക. വേണമെങ്കിൽ ചൂടുവെള്ളം അങ്ങോട്ട് പാർന്ന് കൊടുക്കട്ടോ. നമുക്ക് മുളക് പൊടി, പച്ചമുളക് അധികം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടിയായി, മഞ്ഞൾപ്പൊടിയായി. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇറക്കി വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഇനിയും ചൂടുവെള്ളം വാർന്ന് കൊടുക്കാം. ഞാൻ ഒരു ചീൻചട്ടി വെച്ചിട്ട് നമുക്കൊന്ന് ലേശം ഒന്ന് വറവിട്ട് കൊടുക്കാം. ഒരു നുള്ളു വെളിച്ചെണ്ണ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഇരളിൽ വെക്കണം. ഞാനിത് ഒരു തുള്ളി വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 സ്പൂണ് കടുക്, പിന്നെ ഒരു വറ്റൽമുളക്, ഒരു 2-3 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില. ഇത് മൂത്ത് വന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം.